ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലെയായി 8 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റുള്ള ഓണർ താമസിക്കാൻ വേണ്ടി പണിത 60 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ഈ വീട് വരുന്നത് ടാർ റോഡ്, പഞ്ചായത്തിൻ്റെ ടാർ റോഡ് ഫ്രണ്ടായിട്ടാണ് വരുന്നത്. അത് ഏകദേശം ബസ് റൂട്ടിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയായിട്ടാണ് നമുക്ക് വരുന്നത്. കൂടാതെ ഇവിടെ ഗേറ്റുകളൊക്കെ വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റുകളാണ്. പക്ഷേ അത് CNC കട്ടിങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി നല്ല ഡിസൈനിലോട് കൂടിയാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു 8-10 വണ്ടികൾ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന, മുറ്റം കട്ടയൊന്നും വിരിച്ചിട്ടില്ല, നമ്മൾ മുറ്റിലിട്ട് ഇതാക്കിയിട്ടുള്ളൂ. 8-10 വണ്ടികൾ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർപോർട്ടിനുള്ള മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ കവേഡ് ആയിട്ടുള്ള വലിയ 2 വാഹനം ഈസിയായി നിൽക്കാവുന്ന രീതിയിലുള്ള SUV പോലുള്ള വലിയ വാഹനം നിൽക്കാവുന്ന രീതിയിലുള്ള കവേഡ് ആയിട്ടുള്ള കാർപോർട്സും നമുക്ക് ഈ വീടിന് ലഭ്യമാണ്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നല്ല ഗാർഡൻ വർക്കുകളൊക്കെ നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ കിണർ വരുന്നത് ഇതിനുമായിട്ട് വരുന്നത് കിണറാണ്. അത് നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങൾ കിടക്കാം. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ടൈലുകളാണ് സിറ്റ് ഔട്ടിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ ഡോറ് വരുന്നത് ഫ്രണ്ട് ഡോറായിട്ട് നമുക്ക് വരുന്നത് ഡബിൾ പാളിയിലത്തെ ഡോറാണ്. അത് നല്ല ഡിസൈനിലായിട്ട് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നല്ല മനോഹരമായ ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, നല്ല വിശാലമായ സെറ്റിയൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടാണ് ലിവിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. കൂടാതെ ലിവിങ് സ്പേസിൽ നല്ല ഭംഗിയാക്കുന്നതിന് വേണ്ടി ഫാൾസിലും വർക്കുകളൊക്കെ ചെയ്ത് ലൈറ്റുകളൊക്കെ നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസ് 2 രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒന്ന് L ഷേപ്പിൽ അങ്ങോട്ടും നമുക്ക് ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലും, കൂടാതെ നമുക്ക് ഇടത്തോട്ട് മാറിയും നമുക്ക് നല്ലൊരു വിശാലമായ ഡൈനിങ് സ്പേസ് നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള കിച്ചണിലേക്കാണ്. കിച്ചൺ ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല വലിപ്പത്തിലാണ് കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് നല്ല കബോർഡ് വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. കിച്ചണിൽ നേരെ പോകുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത് കവേർഡ് ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസും നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു കിച്ചണിൽ തന്നെ ഔട്ട് സൈഡിലൊരു പോർഷനാണ്. ഇവിടെ ബാത്റൂം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ബാത്റൂമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ നമുക്ക് ഡ്രസ്സൊക്കെ ഉണക്കാനൊക്കെ ഇടാവുന്ന രീതിയിലാണ് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷനും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിൽ തന്നെയുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. അത് നല്ല നല്ല വലിപ്പത്തിലാണ് നമ്മളിവിടെ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഒരു താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല കബോർഡ് വർക്കുകളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമുക്കിവിടെ വരുന്നത്. ഗ്ലാസ് പോർഷനൊക്കെ തിരിച്ച് നല്ല സെപ്പറേഷനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റിയൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ലഭ്യമാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. അത് വുഡാണ് നമുക്കിവിടെ സ്റ്റെപ്പിനായിട്ട് നൽകിയിരിക്കുന്നത്. കൂടാതെ സ്ക്വയർ ട്യൂബും ഇതാണ് ഹാൻഡ് റെയിലിനായിട്ട് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്.
സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയ ആണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ അത് അയണൊക്കെ ചെയ്യാനുള്ള ഒരു പോർഷൻ മാതിരി നമുക്കവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്, പക്ഷേ അത് നല്ല വലിപ്പത്തിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വിൻഡോസൊക്കെ നമുക്ക് ഗ്ലാസ് ആക്കിയിട്ട് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അതും മീഡിയം വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ലഭ്യമാണ്. പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം അകലെയായി 8 സെൻറ്റ് സ്ഥലവും 1600 സ്ക്വയർ ഫീറ്റുള്ള 60 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന, ഓണർ താമസിക്കാൻ വേണ്ടി പണിത വീടാണ്, കച്ചവടത്തിനുള്ള രീതിയിൽ പണിത വീടല്ല. ഓണർ ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ് വില. തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.